ഗറാഷ്യൻ മേഖലയിലെ മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ നമ്മുടെ ടെക്നീഷ്യൻസ് പറയുന്നതിന് അനുസരിച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഇൻകം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിന് പലതും പറയുകയുണ്ട്. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ അധ്വാനത്തിന് പേ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നതാണ് അർത്ഥം, അല്ലേ? ഇപ്പൊ നമുക്ക് കഴിഞ്ഞിടക്ക് നമ്മുടെ ഈ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ് ഗ്യാസിന്റെ വില, അല്ലേ? ഞങ്ങളുടെ മുനമ്പത്തൊക്കെ ഒരു കുറ്റി വ്യവസായ ഉപയോഗത്തിനുള്ള ഗ്യാസിന് 10,000 രൂപ റേസായി. എന്താണ് കാരണം? ഡിമാൻഡ് കൂടി, അല്ലേ? ആൾക്കാരിലൊരു അലേർട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ ഗറാഷിൽ ജോലി ചെയ്യുമ്പോൾ കാര്യമായ ഡിമാൻഡൊന്നും നിങ്ങളുടെ സ്കില്ലിന് കിട്ടാറില്ല. നേരെ മറിച്ച് നിങ്ങളുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ടുള്ളൊരു സമയം, ഒരു 8 മണിക്ക് വരുന്ന വർക്ക്, 10 മണിക്ക് വരുന്ന വർക്ക് നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഡിമാൻഡ്സും കസ്റ്റമർ അംഗീകരിക്കും. അവൻ നിങ്ങളോട് പേശില്ല. പേശുന്നവരുണ്ടാവും കേട്ടോ, അത് വിട്ടോ. സാധാരണഗതിയിൽ ഞായറാഴ്ച നിങ്ങൾക്കൊരു കോള് വരികയാണെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. ഒരു എമർജൻസിക്ക് നിങ്ങൾക്കൊരു കോള് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം എപ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറയാം. അപ്പൊ അത്തരം ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവുക. അത് ഗറാഷ്യൻ ഓണർക്കായാലും ഒരു ഗറാഷ്യൻ ടെക്നീഷ്യൻ ആയാലും രണ്ടും സെയിം ആണ്. മറ്റൊരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് വെച്ചാല്, ഇത്തരം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊന്നും ഈ ഗറാഷ്യൻ മേഖലയിലെ ടെക്നീഷ്യന്മാർ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും വിഘാതമായി നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കണം. അതിലപ്പുറത്തേക്ക് നിങ്ങളുടെ കഴിവുകളെ അങ്ങേയറ്റത്ത് പരിപോഷിപ്പിക്കാനും ആ കഴിവുകൾ വെച്ചിട്ട് നിങ്ങളുടെ ഏർണിംഗ് ഇൻകം അത് വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുന്നില്ല. അത് തന്നെയാണ് കാരണം. തർക്കമുള്ളവർ കമന്റ് ഇട്ടോളൂ. ഗറാഷ്യൻ മേഖലയിലെ മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ നമ്മുടെ ടെക്നീഷ്യൻസ് പറയുന്നതിന് അനുസരിച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഇൻകം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിന് പലതും പറയുകയുണ്ട്. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ അധ്വാനത്തിന് പേ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നതാണ് അർത്ഥം, അല്ലേ? ഇപ്പൊ നമുക്ക് കഴിഞ്ഞിടക്ക് നമ്മുടെ ഈ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ് ഗ്യാസിന്റെ വില, അല്ലേ? ഞങ്ങളുടെ മുനമ്പത്തൊക്കെ ഒരു കുറ്റി വ്യവസായ ഉപയോഗത്തിനുള്ള ഗ്യാസിന് 10,000 രൂപ റേസായി. എന്താണ് കാരണം? ഡിമാൻഡ് കൂടി, അല്ലേ? ആൾക്കാരിലൊരു അലേർട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ ഗറാഷിൽ ജോലി ചെയ്യുമ്പോൾ കാര്യമായ ഡിമാൻഡൊന്നും നിങ്ങളുടെ സ്കില്ലിന് കിട്ടാറില്ല. നേരെ മറിച്ച് നിങ്ങളുടെ